ഹലോ, ബീഫ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണെന്ന്. ബീഫിൻ്റെ ലിവറും കൂടെ ചേർത്ത് ഒരു മസാല കറി റെസിപ്പി. അപ്പോൾ ഞാൻ അതിനായി 1/2 kg ബീഫും 1/2 kg ലിവറും എടുത്തിട്ടുണ്ട്. ഈ റെഡ് കളറിൽ കാണുന്നതാണ് ബീഫ്, ഡാർക്ക് കളറിൽ കാണുന്നതാണ് ബീഫിൻ്റെ ലിവർ. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 4-5 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഒന്ന് ഞരടി കൊടുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനൊരു 10-25 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റണം. ക്ഷമയോടുകൂടി ടൈം എടുത്ത് ഡാർക്ക് ബ്രൗൺ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി മസാല പൗഡേഴ്സായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഒരു തക്കാളിയെ ചേർത്തിട്ടുള്ളൂ. അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫും ലിവറും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലൊരു മിക്സ് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 30 to 40 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും മറ്റ് വിസിൽസ് എല്ലാം ലോ ഫ്ലെയിമിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല. അതുപോലെ അടച്ചു വെച്ച് വീണ്ടും ഒരു 15 to 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ലിവർ കോംബോ മസാല കറി റെഡി ആയിട്ടുണ്ട്.